ഋതുട്ടൻ വന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. പക്ഷെ ഞങ്ങൾ ആഘോഷിച്ചില്ല. കാരണം എനിക്ക് അങ്ങോട്ടും ഈ ഒരു സമയത്ത് പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് വീടുകളിലൊന്നും നമ്മൾ പോയില്ല. നമ്മൾ രണ്ടുപേരും വീട്ടിൽ കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ തിരുവോണത്തിൻ്റെ അന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഞങ്ങൾ 3 പേരും ഇവിടെ കിടന്ന് ഉറങ്ങി. അതാണ് ചെയ്തത്. അമ്മ രാവിലെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അമ്പലങ്ങളിലൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റുമോ എന്തോ എനിക്ക് അറിയില്ല. പിന്നെ അത് കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, എനിക്ക് എത്ര മാസം തൊട്ട് അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ പോയിട്ട് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സദ്യ അമ്മ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ സദ്യ കഴിച്ചത് തിരുവോണത്തിൻ്റെ അന്ന്. അങ്ങനെ ഇന്ന് ഞങ്ങളൊന്ന് മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് സദ്യ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ എൻ്റെ അടുത്ത് ഇന്നലെ കുഞ്ഞൻ പറഞ്ഞു, രാവിലെ നീ എഴുന്നേറ്റ് ഒരുങ്ങണം, നമുക്ക് മാർക്കറ്റിൽ രാവിലെ പോയിട്ട് വരണമെന്നൊക്കെ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് ഒരുങ്ങിയിട്ടും കുഞ്ഞനാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരുങ്ങിയിട്ട് കിടന്ന് പിന്നെ വിളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇതാ എഴുന്നേറ്റ് പല്ല് തേക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു സദ്യക്കുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ നിന്ന് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഡയപ്പർ നമ്മൾ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. അതായത് ജെല്ല് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഉണക്കി എടുക്കാറാണ് പതിവ്. അങ്ങനെ ഞാൻ എന്താ അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ കയറി വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെ കുഞ്ഞൻ പിന്നെ ഒരുങ്ങി റെഡിയായിട്ട് ഇരിക്കുകയാണ്. കുഞ്ഞൻ രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് നല്ല തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കട്ടൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് കുറച്ച് കട്ടൻ കൊണ്ടുവന്ന് കൊടുത്തു. അന്നേരം ഭയങ്കര ചൂടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഊതിയാറ്റി ചൂടുണ്ടോ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ ഇതാ മാർക്കറ്റിലോട്ട് വിട്ടു. മാർക്കറ്റിലല്ല, അതിന് മുന്നേ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. പായസം വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ഞങ്ങൾ ഓണത്തിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് നമ്മൾ ഈ വർഷം അങ്ങനെ ഓണം വലുതായിട്ട് ആഘോഷിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഋതുട്ടിൻ്റെ ആദ്യത്തെ ഓണമാണ്. പക്ഷെ അവൾക്ക് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നമുക്ക് അടുത്ത വർഷം നന്നായിട്ട് ആഘോഷിക്കാമെന്ന് കരുതി ഈ വർഷം അങ്ങനെ അങ്ങ് പോട്ടേന്ന് കരുതി. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മരണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ വലുതായിട്ട് ഒന്നും ആഘോഷിക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ മാർക്കറ്റിൽ കയറി കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലാഭത്തിന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ കുളിച്ച് ഒരുങ്ങി പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നേ, ഉറങ്ങുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നപ്പോഴത്തേക്ക് ഇതാ മമ്മി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മി അവിടെ നിന്ന് പിന്നെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു. അമ്മ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ. അതൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഇതാ മമ്മി വന്നപ്പോഴത്തേക്ക് അടപ്രഥമൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണേ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പായസങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഈ സാധനമാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം അവിടെ വെച്ചപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ കുഞ്ഞിനും കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. മോളാണെങ്കിൽ ആ ഉടുപ്പിനകത്ത് അഴുക്കാക്കി. അങ്ങനെ പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ പിന്നെ വേറെ എടുത്തിട്ട് കൊടുത്തു. മമ്മിയുടെ ഉള്ളിയൊക്കെ പൊളിച്ചോണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ കണ്ണിരിഞ്ഞാലോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവളെ കൊണ്ടുപോയി അങ്ങ് കിടത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇവിടെ അവിയലിനും തോരനൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതാ നമ്മൾ ഓണമായിട്ട് ഒരു ദിവാൻ കൂട്ട് വാങ്ങിച്ചു കേട്ടോ. ആരെങ്കിലും വന്നാൽ ഇരിക്കാനൊക്കെ സ്ഥലക്കുറവൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ദിവാൻ കോട്ടാണെങ്കിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യാം, കിടക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. ഓണം ആയതുകൊണ്ട് ഓഫറൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചതാണ്. കഴിഞ്ഞ ദിവസമായിട്ടോ പോയി വാങ്ങിച്ച്, അതായത് ഇന്നലെ ആയിരുന്നു വാങ്ങിച്ചത്. അങ്ങനെ രാത്രിയിൽ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കാകുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഞാനൊന്ന് മടക്കി അതിൻ്റെ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടു. പിന്നെ ഇട്ടതിന് ശേഷം ഞാൻ തന്നെ അങ്ങ് ഉൾക്കാടിക്കാമെന്ന് കരുതി. കാരണം ആദ്യമായിട്ട് ഇതിനകത്ത് ആരും കിടന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതിനകത്ത് കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയാണെങ്കിൽ ഈ മറ്റേ സേമിയയുടെ ഇത് കൊണ്ടുവന്നിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പായസം വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്താണെങ്കിൽ ഫുള്ള് ചീത്ത ആയിട്ടുണ്ട് കേട്ടോ. പുതിയ പാത്രമാണ്, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇതുവരെ ഒന്നിനും എടുത്തിട്ടില്ല കേട്ടോ. മമ്മി എനിക്ക് വൈറ്റ് പൊങ്കാല ഉണ്ടായിരുന്നല്ലോ, അതായത് നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ്റെ സമയത്ത്
ചടങ്ങുന്നതിന് മുന്നേ സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴത്തേക്ക് മമ്മി എനിക്ക് ഒരു ഉരുളിയും അതിനോട് അടപ്പും കൂടെ മേടിച്ച് കൊടുത്ത് വിട്ടായിരുന്നു കേട്ടോ. അതായത് ഇറച്ചിക്കറിയോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഈ കബോർഡിൻ്റെ അടിയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇതിനകത്ത് ഫുള്ളിങ്ങനെ ഒരുമാതിരി പൊരുപുരാന്നായിട്ട് അതിൻ്റെ ആ ഒരു അലൂമിനിയം അത് ഇളകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അടിവശം. പക്ഷെ അകത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. അങ്ങനെ ഇന്ന് അതിനകത്തായിട്ട് പായസം വെക്കുന്നേ. അമ്മ അപ്പുറത്തോട്ട് പോയതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് വറുത്ത് കോരി കൊടുക്കാമെന്ന് കരുതി. അല്ലാതെ ഞാൻ കുക്ക് ചെയ്യാനൊന്നും കയറിയിട്ടില്ല ഇതുവരെ. പക്ഷേ എനിക്കാണെങ്കിൽ കുക്ക് ചെയ്യണമെന്നങ്ങ് ഭയങ്കര ആകാംക്ഷയായിട്ടോ. അമ്മേനെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു. ഇപ്പോഴൊന്നും നീ അടുക്കളയിലും കയറേണ്ട, ഒന്നും ചെയ്യണ്ട, നീ ഇനി ഓരോ വയ്യായിക വരുത്തി വെക്കുമോ എന്ന് ചോദിച്ചിട്ട് ഏത് സമയം ഞാൻ അലക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ല. അങ്ങനെ ഇതാ പായസത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്മയായിട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത്. ചൗവരിയൊക്കെ കുക്കറിനകത്ത് വേവിച്ചിട്ടാട്ടോ എടുത്തത്. പിന്നെ ഞാൻ റൂമിലോട്ട് പോയി. ഒന്ന് വാടാ കളെ ഇവിടെ ഒരാൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പകൽ മൊത്തം ഉറക്കാട്ടോ. മമ്മി വന്നപ്പം തൊട്ട് ഇവളെ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിട്ട് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക. ഇവളാണെങ്കിൽ ഫുൾ ടൈം ഉറക്കം തന്നെ ആയിരുന്നു കേട്ടോ. മോള് എഴുന്നേക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊന്ന് ഉണർന്നപ്പോൾ ഞാൻ പിന്നെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, ദാ ഇവൾ ഉണർന്ന് കിടക്കുമ്പോൾ വന്ന് എടുത്തോളായിരുന്നു. അങ്ങനെ പിന്നെ എടുത്ത് കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൾ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മമ്മി ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, കുഞ്ഞനെ പോലെ ഇരിക്കുകയാണ് മോളെന്ന്. അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് സദ്യയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചങ്ങ് ഇരിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഓരോന്ന് എടുത്തെടുത്ത് കഴിക്കാമല്ലോ. പിന്നെ മീൻ എടുത്തേക്കുന്നത് തിരുവോണത്തിൻ്റെ അന്ന് അല്ല കേട്ടോ. ഇല്ലെങ്കിൽ ഇനി ഓണസദ്യയിൽ മീനുണ്ടല്ലോ എന്നൊക്കെ പറയരുത് കേട്ടോ. ഇത് തിരുവോണമല്ല, അവിട്ടമല്ല, ചതയത്തിൻ്റെ അന്നാണ് കേട്ടോ നമ്മൾ സദ്യ ഒരുക്കിയത്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര ആസ്വദിച്ച് കഴിച്ചു. ആദ്യം ഒന്ന് പരിപ്പൊഴിച്ച് നെയ്യൊക്കെ ഒഴിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സാമ്പാർ ഒഴിച്ച് കഴിച്ചു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് സദ്യ കഴിക്കാൻ. അത് കഴിഞ്ഞിതാ നമുക്ക് അടപ്രഥമൻ മമ്മി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതും കുറച്ച് കഴിച്ചു. സേമിയ പായസം ഇതാ കുറച്ച് കട്ടിയായിപ്പോയി കേട്ടോ. തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പപ്പടവും പഴവും കൂടിയിട്ട് ഞെരടി ഇങ്ങോട്ട് കഴിക്കണം. എന്നാ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ രണ്ട് കോമ്പിനേഷൻ അടിപൊളിയാണ്. അത് പഴം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പപ്പടം ഇല്ലാതെ എനിക്ക് പായസം അങ്ങോട്ട് ഇറങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. സേമിയ എനിക്ക് അത്ര ഇഷ്ടമല്ല. പപ്പടം ഇട്ട് കഴിക്കുവാണെങ്കിൽ ഞാൻ പിന്നെയും കഴിക്കും കേട്ടോ. ഇവിടെ കുഞ്ഞനാണെങ്കിൽ സേമിയ പായസമാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് പക്ഷേ അടപ്രഥമനാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വാരിക്കൊടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് മോളിതാ എന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അതേ സ്പീഡിൽ തന്നെ അവൾ ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മി പോകാറായപ്പോഴും അവൾ ഉറങ്ങി കിടക്കായിരുന്നേ. മമ്മി പരാതി പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ വരുമ്പോഴെല്ലാം ഇവൾ ഉറക്കമായിരിക്കുമെന്ന്. അങ്ങനെ പിന്നെ മമ്മി പോകാനിറങ്ങി. ഒരുപാട് വൈകി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എത്താൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അമ്മച്ചമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങ് നേരത്തെ അങ്ങ് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനും മോളും കൂടെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു. നിങ്ങളുടെ ഓണം എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, സീ യു.